അവിശ്വാസിയായ രാജമൗലി ദൈവങ്ങളെ ഉപയോഗിച്ച് കാശുണ്ടാക്കുന്നു. വാരണാസി ബഹിഷ്കരിക്കാൻ ആഹ്വാനം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രം വാരണാസിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി ക്യാമ്പയിൻ സജീവം. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലെ രാജമൗലിയുടെ ചില പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ പഴയ ട്വീറ്റുകളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ബഹിഷ്കരണ ആഹ്വാനമുണ്ടായിരിക്കുന്നത്. ടൈറ്റിൽ ലോഞ്ചിൽ തമാശ രൂപേണ ഹനുമാനെ പരാമർശിച്ചതാണ് ഹിന്ദുത്വവാദികളെ ചൊടിപ്പിച്ചത്. താൻ ദൈവവിശ്വാസി അല്ലെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു. ടൈറ്റിൽ ലോഞ്ച് ചടങ്ങിനിടെ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു. പരിപാടിക്ക് മുൻപ് ഹനുമാൻ സ്വാമി പിന്നിൽ നിന്ന് നയിക്കുന്നുണ്ടെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞതായി രാജമൗലി പറഞ്ഞു. ഇങ്ങനെയാണോ അദ്ദേഹം പരിപാലിക്കുന്നത് എന്നായിരുന്നു രാജമൗലിയുടെ ചോദ്യം. തന്റെ ഭാര്യയ്ക്കും ഹനുമാൻ സ്വാമിയെ വലിയ ഇഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തനിക്കിപ്പോൾ ദേഷ്യമാണ് വരുന്നതെന്നും സരസമായി രാജമൗലി പറഞ്ഞിരുന്നു. രാജമൗലിയുടെ ഈ പരാമർശത്തിനാണ് വിവാദമായിരിക്കുന്നത്. ഇതിനിടെ രാജമൗലിയുടെ 2011 ഒരു ട്വീറ്റും ചർച്ചയായി. തനിക്ക് ശ്രീരാമനെ ഇഷ്ടമല്ല എന്നും വിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ അവതാരമാണ് കൂടുതൽ ഇഷ്ടമെന്നും ട്വീറ്റിൽ രാജമൗലി പറയുന്നുണ്ട്. രാമനവമി ആശംസകൾ നേർന്ന ഒരു ആരാധകന് രാജമൗലി നൽകിയ മറുപടിയായിരുന്നു ഇത്. ഹൃദയം നിറഞ്ഞ ശ്രീരാമ നവമി ആശംസകൾ. ശ്രീരാമന്റെ നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് ദുഃഖങ്ങൾ എപ്പോഴും പുഞ്ചിരിയാക്കാൻ പ്രകാശിക്കട്ടെ എന്നായിരുന്നു ആരാധകന്റെ ആശംസ. നന്ദി, പക്ഷേ ഞാൻ രാമനെ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവതാരങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീകൃഷ്ണനെയാണ് എന്നായിരുന്നു രാജമൗലിയുടെ മറുപടി. ട്വീറ്റും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അവിശ്വാസിയായ രാജമൗലി ദൈവങ്ങളെ വിൽപ്പനച്ചരക്ക് ആക്കുകയാണെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം. ദൈവത്തെ ഉപയോഗിച്ച് അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നതാണെന്നും ഹനുമാൻ സ്വാമി മറുപടി നൽകുമെന്നുമുള്ള പോസ്റ്ററുകൾ സജീവമാണ്. രാജമൗലിയുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന ക്യാമ്പയിനിങ്ങും വ്യാപകമായി നടക്കുന്നുണ്ട്. ഹൈദരാബാദിലെ റാംജി റാവു ഫിലിം സിറ്റിയിൽ നടന്ന ചടങ്ങിലാണ് വാരണാസിയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചത്. മഹേഷ് ബാബു ആദ്യമായി ഒരു പുരാണ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് വാരണാസി. ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത്. പൃഥ്വിരാജ് സുകുമാറാണ് ചിത്രത്തിലെ പ്രതിനായക കഥാപാത്രമായ കുംഭയെ അവതരിപ്പിക്കുന്നത്. മന്ദാകിനി എന്ന കഥാപാത്രമായി ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും എത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സിനിമ, അതായത് 900 കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ഹോളിവുഡിൽ നിന്ന് വമ്പൻ സ്റ്റുഡിയോസുകളുമായി നിർമ്മാണ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് നിർമ്മാതാവ് തമറൈഡി ഭരദ്വാജ് പറഞ്ഞിരുന്നു. പല ഭാഗങ്ങളായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗം 2027 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.